എങ്ങനെ ഒരു പിൻ ബോർഡ് സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് എങ്ങനെ നമുക്ക് ചെയ്തു തീർക്കാം. അപ്പോൾ എൻ്റെ ബാക്ക് സൈഡ് കാണുന്നതാണ് പിൻ ബോർഡ്. ആക്ച്വലി ഈ പിൻ ബോർഡ് ഞാൻ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തത്, ഇത് എങ്ങനെയാണ് യൂസ്ഫുൾ ആവുന്നത് എന്നുള്ള ചെറിയൊരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ടു ലൈഫ്സ് ഡിജിറ്റൽ ഡയറി. പിൻ ബോർഡ് എങ്ങനെ നമുക്ക് DIY ത്രൂ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ബോർഡ് സെലക്ട് ചെയ്ത ശേഷം അതിൽ എന്തൊക്കെ അറ്റാച്ച് ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആവശ്യങ്ങളനുസരിച്ചിരിക്കും. പക്ഷെ ആ ആവശ്യങ്ങൾ നമ്മൾ എത്രത്തോളം ക്രിയേറ്റീവ് ആക്കണം അതാണ് ഇമ്പോർട്ടൻറ്റ്. അത് കാണുമ്പോൾ തന്നെ നമ്മുടെ റൂം സ്പേസിന് എത്രത്തോളം ഇൻറ്റീരിയർ ഡിസൈനിന് എത്രത്തോളം മാച്ചിങ് ആയിരിക്കുന്നു, ഇതെല്ലാം നോക്കിക്കൊണ്ടാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു സ്പേസിനെ നമ്മൾ ഡെക്കറേറ്റീവായി ഒരു പിൻ ബോർഡ് തയ്യാറാക്കി. ഹോം സ്പേസിൽ അല്ലെങ്കിൽ വർക്കിംഗ് സ്പേസിൽ എത്രത്തോളം യൂസ്ഫുൾ ആയിട്ട് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് റിമൈൻഡേഴ്സ് ആയിട്ട് എങ്ങനെ യൂസ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വളരെ ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ചിലവരുടെ നമ്പറൊക്കെ എമർജൻസി ആയിട്ട് നമുക്ക് എഴുതി വെക്കാം. പിന്നെ ആർട്ടിക്കിൾസ് നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഒരുപാട് ട്രാവലേഴ്സിന് ഇങ്ങനൊരു പിൻ ബോർഡ് യൂസ് ചെയ്യാൻ കുറേ പേരൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും. എങ്കിലും ട്രാവലേഴ്സിനൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ റൂട്ട് മാപ്പ്, അതുപോലെ എവിടെയൊക്കെ ഇനി അടുത്ത കൺട്രീസിൽ ഈ മറ്റേ ബക്കറ്റ് ലിസ്റ്റിലൊക്കെ ഉള്ളത് അടുത്ത കൺട്രീസിൽ എവിടെ പോകണം, ഏതൊക്കെ റൂട്ടിലൂടെ നമുക്ക് പോകാം, അങ്ങനത്തെ റൂട്ട് മാപ്പ് ഉണ്ടാക്കാനും അതുപോലെ ഓരോരോ മെമ്മറീസുകൾ അറ്റാച്ച് ചെയ്ത് വെക്കാനൊക്കെ ഈ പിൻ ബോർഡ് വളരെയധികം യൂസ്ഫുൾ ആണ്. അങ്ങനെ മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനും റിമൈൻഡേഴ്സ് ആയിട്ടും ഈ പിൻ ബോർഡ് നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതിലുള്ള ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽസ് ഒക്കെ എന്താണ് എന്ന് മേക്കിംഗ് വീഡിയോസിൽ നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ഒരു പിൻ ബോർഡ്. ഈ പിൻ ബോർഡിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മെയിനായിട്ടും കാലണ്ടറാണ്. മന്ത്ലി നമ്മൾ ഓരോ മന്ത് മാറും തോറും നമ്മൾ കാലണ്ടറിനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അത് എത്രത്തോളം ക്രിയേറ്റീവ് ആക്കാൻ പറ്റും അത്രത്തോളം ക്രിയേറ്റീവ് ആക്കിയിട്ടാണ് നമ്മൾ ആ ഒരു കാലണ്ടറിനെ ഡിസൈൻ ചെയ്യുക. ആ ഒരു കാലണ്ടറിന് താഴെ തന്നെ നോട്ട് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് എന്ത് വേണമെങ്കിലും നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. ഈവൻ ആ കാലണ്ടറിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ സ്പേസിനെ ഇവൻറ്റ്സ് ആയിട്ടും നമുക്ക് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാം. ഇവൻറ്റ്സ് എങ്ങനെയാണ്, ഓരോരോ ബർത്ത്ഡേസ് മന്ത്ലി വരുന്നത്, ആനിവേഴ്സറീസ്, അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ ഈവൻറ്റ്സ്, സ്പെഷ്യൽ എന്തെങ്കിലും മീറ്റിംഗ്സ്, അങ്ങനെ ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് അതിലൂടെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. അതല്ലെങ്കിൽ ഇപ്പം ഞാനവിടെ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും നോട്ട്സ്, ചെറിയ നോട്ട്സുകളാണ് അവിടെ മെൻഷൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ഒരു മോട്ടിവേഷണൽ കോട്ട്സ് ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കോട്ട്സ് ഞാൻ അവിടെ ജസ്റ്റ് ഒരു ഡിസൈനായിട്ട്, അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാം. അത് നമ്മുടെ ഇഷ്ടമാണ്. അതിന് തൊട്ട് താഴെയായിട്ടാണ് ഞാനുണ്ടെങ്കിൽ ബിൽസ്, അങ്ങനെ അത്യാവശ്യം പെട്ടെന്ന് എനിക്ക് എടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന കുറച്ച് നോട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിനായിട്ടുള്ളത്. അത് ഞാൻ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കും. അതിന് മുകളിലായിട്ട് കാണുന്നതാണ് റൗണ്ട് ഷേപ്പിൽ കാണുന്നത്. ആക്ച്വലി അതിൽ നമുക്ക് പിൻ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കുറച്ച് മാഗ്നറ്റിക് യൂസ് ചെയ്ത് അതിലും കുറച്ച് പോർഷൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എൻ്റെ പിൻ ബോർഡുള്ളത്. നിങ്ങളെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. പക്ഷേ ഇങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. പിൻ ബോർഡ് നിങ്ങളുടെ വീട്ടിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് എത്രത്തോളം ക്രിയേറ്റീവായിട്ട്
ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുപോലെ നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ട്രൈ ചെയ്യൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലത്തെ ഇനിയും ഒരുപാട് വീഡിയോസ് നിങ്ങൾക്കായിട്ട് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. താങ്ക് യു.